സ്ട്രീം എല്ലാവർക്കും വെൽക്കം ന്യൂ ഗ്യാങ്. ന്യൂ ഗ്യാങ്സ് ആപ്ലിക്കേഷൻസ് കുറെ വന്നിട്ടുണ്ടല്ലേ, നോക്കട്ടെ, ഞാൻ കണ്ടില്ല ആരൊക്കെയാണെന്ന്. എക്സലാൻഡ് സിറ്റി അതെവിടെയാ നോക്കുന്നത്? ഗ്യാങ് ആപ്ലിക്കേഷൻ ഇതല്ല സപ്പോർട്ട് നമ്മുടെ ഇവിടെ തന്നെ താഴെയിട്ട് ഗ്യാങ് ആപ്ലിക്കേഷൻസോ? ഗ്യാങ് മേലോട്ടാ പോണേ. എടാ നിനക്ക് ഡിലേ ഉണ്ടടാ, ഡിലേ വെയിറ്റ് ചെയ്യടാ. എന്താണ് ഡിലേ ചെയ്യുന്നത്? എന്താ പറഞ്ഞേ? എന്നാ ഗീവ് ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി 75% ടു റോൾ പ്ലേ ആൻഡ് 25% ടു PvP. ബ്രോ അതിന്റെ ആ ടൈമൊക്കെ കഴിഞ്ഞു ബ്രോ. ബട്ട് സ്റ്റിൽ എല്ലാവരും നിങ്ങൾ എൻ്റെ ലൈവ് മാത്രം നോക്കിയിരിക്കല്ലേ ബ്രോ. എൻ്റെ ലൈവിൽ മാത്രമല്ല, RP ചെയ്യുന്നത് ഞാൻ മാത്രമല്ല ബ്രോ, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നമ്മുടെ TVയിലെ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും ഇതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കറണ്ട് വന്നു. അപ്പൊ ബാക്കിയുള്ള ആൾക്കാരുടെ ലൈവും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം, മനസ്സിലായ? എന്നാലേ ആ ഒരു നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. കാരണം ഇപ്പം എനിക്ക് ചെയ്യുന്നതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ചെയ്യണം. പുതിയ ഗ്യാങ് ഉണ്ട്. ഗ്യാങ് നെയിം ഫോർ ദ വിൻ FTW. ലീഡർ നൈറ്റ് അറിയില്ലല്ലോ. AGR കാട്ടുപന്നിയ അഭിഷേക്. ഗ്യാങ് നെയിം മരക്കാർ ഗ്യാങ്സ്റ്റേഴ്സ് 3 MG3. ഇത് പഴയ MG3 തന്നെയാണോ? ഇത് പഴയ MG3 തന്നെയാണോ ഗൈസ്? ആണോ? യെസ് അതെ അല്ലേ. ഓക്കെ. ഗ്യാങ് നെയിം വാൽഹല്ല ഷെർലോക്ക് റാംബോ. ഇത് MRCയുടെ പുതിയ ഗ്യാങ് ആണല്ലേ. വാവ്. റാംബോ ലീഡർ, രാജുഭായ് കോ ലീഡർ, അപ്പാപ്പൻ കോ ലീഡർ, അംബാൻ ബ്രോ, ചാപ്സ് വർക്കർ, ഷിബു, റഷ്യൻ DNL, ബോബി വില്യം, കൂപ്പർ, ബുള്ള്, ബ്രൂസ്, CK മാരി, ജാസി, റയാൻ സെബാസ്റ്റ്യൻ, കരിമീൻകോട്, റൊസാരിയോ, സാബ്ഗുരു, ഇതെന്താ, സുഗ്രു ഗെറ്റോ, റഷ്യൽ റസ്റ്റ്, റൈമണ്ട് സൈക്ക്. ഇതൊക്കെ MRCയിൽ ഉണ്ടായിരുന്ന പ്ലേയേഴ്സ് ആണോ? എനിക്ക് കുറച്ചുപേരൊക്കെ ഇവരെയൊക്കെ എനിക്കറിയാം. ഇതൊക്കെ MRCയിൽ ഉണ്ടായിരുന്ന പ്ലേയേഴ്സ് ആണോ? ബോബി വില്യം, കൂപ്പർ റാമൊക്കെ MRCയിൽ ഉണ്ടായിരുന്നതാണോ? 3 പേര് നോ ആണ്. ലാസ്റ്റ് 3 ഇല്ല. ടെക്സാസ് ആണ്. വാവ്. മതിയായില്ലേ ഇവർക്ക്? ഇതെന്താ ഇൻക്രീഡ് ഗോൾസ്. IGZ നേരത്തെ ഉണ്ടായിരുന്ന ഗ്യാങ് ആണല്ലോ IGZ. അപ്പൊ എല്ലാവരുടെയും കംബാക്ക് ആണെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഇത്രയും ഗ്യാങ്ങിനെ എടുക്കുവോ അതോ ഒരു ഗ്യാങ്ങിനെ എടുക്കത്തുള്ളോ? 500 ബ്രദേഴ്സ്, ANB പഴയ ഗ്യാങ് അല്ലേ? ANB പഴയ ഗ്യാങ്. ഗ്യാങ് നെയിം എൽ ക്ലാസിക്കോ. ലീഡർ നാറിയേ നരി യൊറീച്ചി. ലീഡർ ബാബ. മംഗലശ്ശേരി ഹൈദ്രോ. ഇതാര്? ഇത് വോൾട്ടിനല്ലേ? ഇത് വോൾട്ടിൻ കിടിലം പ്ലെയറാ ഗൈസ്, ഞാൻ പറയാതിരിക്കാൻ വയ്യ. എനിക്ക് വോൾട്ടിൻ നല്ലൊരു പ്ലെയറാ. അവൻ കുറെ നാള് ഗ്യാപ്പിലൊക്കെ ആയിരുന്നല്ലേ, മറ്റേ തെക്ക് ഐലൻഡിന്റെ. ആണല്ലേ? അവനോ രായപ്പൻ മംഗലശ്ശേരി രായപ്പൻ മംഗലശ്ശേരി. ഓക്കെ. ഇതേതാ? ഈ വോട്ടെക്സ് ഏതാ? നമ്മുടെ വോട്ടെക്സ് ആണോ? അല്ലല്ലോ. ക്വാർട്ടർ ഏതാ? മറ്റേ ക്വാർട്ടർ ആണോ? അവനാണോ ഇത്? MRC ക്വാർട്ടർ. കാസ്ട്രോ വെൽക്കം. കൊറേ ഗ്യാങ് വരുന്നുണ്ട് കാസ്ട്രോ. അടിക്കൊരു മജ്ജ ഉണ്ടാവില്ല ഇനി കേട്ടാ. എനിക്കിപ്പോ സന്തോഷമായത് എന്താന്ന് അറിയോ ഗൈസ്? ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഞാനേ ഉള്ളൂ ഈ ഉച്ചക്ക് ഒരു 2 മണിക്കൊക്കെ എണീക്കുന്നത്. കാസ്ട്രോക്കെ സെയിം റൂട്ടീൻ. 2 മണിക്ക് എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, വരുന്നു. ഞാനിപ്പോ ഒരു 3 ദിവസമായിട്ട് 11 മണി 10 മണിക്ക് എണീക്കുന്നുണ്ട്. ഞാൻ ഇന്ന് 10 മണിക്ക് എണ്ണീറ്റ് രാവിലെ ലൈവ് ഇടാന്ന് വിചാരിച്ച. അപ്പൊ ആരും ഇല്ല ഇന്ന് കളിക്കാൻ. ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ഇന്ന് കളിക്കാൻ. ദേവൂട്ടൻ BPയാ? ദേവൂട്ടൻ
ഓ ജനിച്ച ഉടനെ തന്നെ അവന് റൈവലറി ആയി അല്ലേ? ദേവൂട്ടം PP കൊള്ളാം. അപ്പൊ ഇതില് ഗൈസ് ഇതിൽ എല്ലാവർക്കും കിട്ടുമോ ഗ്യാങ് സ്ലോട്ട്? എത്ര ഗ്യാങ് സ്ലോട്ട് ഉണ്ട് നമ്മുടെ ഇവിടെ ഫ്രീ? ആർക്കെങ്കിലും അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ ഗൈസ് എത്ര ഗ്യാങ് സ്ലോട്ട് ഉണ്ട് ഫ്രീ എന്ന് ഇവിടെ? ഫുൾ എടുക്കും ഇവര്, എല്ലാരും എടുക്കുവോ? അങ്ങനെ എന്താ ഞാൻ കേട്ടായിരുന്നു. ഇപ്പൊ ലിസ്റ്റ് ഇടുന്ന എല്ലാവരും ഇതാക്കുന്നു പറഞ്ഞിട്ട് അപ്പം പറഞ്ഞു എന്ന് പറഞ്ഞു. ഇവിടെ ഏതോ ഒരുത്തൻ മുട്ടൻ ടൈപ്പിംഗ് അരമണിക്കൂറായിട്ട് എവർട്ടോൺ അവൻ ടൈപ്പ് ചെയ്തോണ്ടേ ഇരിക്കും. അവൻ ഗ്യാങ്ങിൽ അടുത്ത ഗ്യാങ് ലിസ്റ്റ് ഇപ്പൊ വരും. അവൻ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ് അവൻ. ഇതില് എനിക്ക് തോന്നുന്നു ഇതില് എൽ ക്ലാസിക്കോ ഇല്ല, അവര് കുറച്ച് നല്ല ലൈനപ്പാ. നല്ല ടീമാണ്. ഈ ലിസ്റ്റില് ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈനപ്പ് അവന്മാരാ. എൽ ക്ലാസിക്കോ കുറച്ച് നല്ല PvP പ്ലേയേഴ്സ് ഉള്ള ഇതവന്മാരാണ്. എന്നാ കറണ്ട് വന്നു. കണ്ട് നമ്പർ 2 ഗ്യാങ്ങോ? അതേതാ നമ്പർ 2? 1 2 ഇതോ ഇത് MG3 അല്ലേ? ഇത് തമിഴ് ഗ്യാങ് ആണ്. ആണല്ലേ? ഓക്കെ. ആണോ? അപ്പൊ VH വന്നു. എടാ അതെന്തിനാ നീ ചോദിച്ചെന്നറിയാം, എന്നാലും ഞാൻ പറയുവാണ്. MRCയിലുണ്ടായിരുന്ന കുറച്ചും കൂടി PvP ആയിട്ട് നല്ല കുറച്ചുകൂടെ പ്ലേയേഴ്സ് ഷെയ്ക്കിൻ്റെ കൂടെയാണ് പോയേക്കുന്നത്. ഇതിനകത്ത് അവരോട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ടീമായിരുന്നു. TV-യുടെ കാര്യത്തിലല്ല ഞാൻ പറയണത്. TV-യുടെ കാര്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. TV-യുടെ കാര്യത്തിൽ ഞങ്ങൾക്കത് അത്രയും ഹാർഡായിട്ട് തോന്നിയിട്ടില്ല. ബാക്കിയുള്ള സിറ്റിയിലൊക്കെ ബാക്കിയുള്ള അപ്പോണൻസിൻ്റെ കാര്യം ഞാൻ പറയണേ, അവർക്ക് കുറച്ച് പാടായിരുന്നിട്ടുണ്ടാവും അവരോട് ഉണ്ടായിരുന്ന സമയത്ത്. നമുക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ബെറ്റർ ആയിട്ടുള്ള കുറച്ചും കൂടി ഇതിനകത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പ്ലേയേഴ്സ് അപ്പുറത്ത് ഷെയ്ക്കിൻ്റെ ടീമിലാണ് ഇപ്പോൾ ഉള്ളത്. മനസ്സിലായോ? കറണ്ട് പോയോ? ഇല്ലടാ, പോയൊന്നുമില്ല. പോടാ കള്ള. ആ ഷെയ്ക്കിൻ്റെ ഗ്യാങ് പറഞ്ഞ പോലെ ഇതിനകത്ത് ഇല്ലേ? അപ്പോൾ അവരിട്ടിട്ടില്ല, അതോ പേര് മാറി കിടക്കുവാണോ അറിഞ്ഞൂടാ. മച്ചു ബാൻ കിട്ടിയോ? നീല് വന്ന ചാറ്റില്ലേ? ബാൻ കിട്ടിയോ മോനെ നീലേ? നീലിനും ബാനാട്ടാ. ഇവന്മാർക്കെല്ലാം എന്തിനോ ബാൻ. എടാ ഒന്ന് VC വന്നടാ നീലേ. നിനക്കൊക്കെ എന്തിനാ ബാൻ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. F1 ബാൻ. എടാ F1ന്റെ സ്റ്റിയറിങ്ങും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം പറഞ്ഞില്ലേ പോർട്ടിൽ വന്നിട്ടുണ്ട്. അതിന്റെ എന്തുവായിരുന്നു? അയ്യോ അതിന്റെ കസ്റ്റംസ് ക്ലിയർ ചെയ്തിട്ടില്ല ഇതുവരെ. അത് ക്ലിയർ ആവുന്നതേ ഉള്ളൂ. മനസ്സിലായ? ഹലോ, കേക്കാവോ? കേക്ക. അത് ഒരെണ്ണ C30 എടുത്ത് പോയിട്ട് സേഫ് സോണിൽ പോയിട്ട് പറഞ്ഞു പഴയോടത്ത് തിന്നാൻ പറഞ്ഞു. എന്ത് കാര്യം ഇരിക്കുന്നതാണോ നിനക്ക്? അതിനകത്ത് സ്റ്റീവിന് കണ്ണാപ്പിക്കാതെ തന്നെ. പക്ഷെ ഞാൻ ജസ്റ്റ് മിസ് എസ്കേപ്പ് ആയി. എങ്ങനെയാണെന്നോ ഇവൻ എന്തിനാ കിട്ടിയ സ്നൈപ്പിന്? ഇപ്പൊ VNVനെ നമ്മളെ അടിച്ച് ഓൾ ഡൗൺ ആക്കിയില്ലേ. എന്നിട്ട് ഡ്രസ് ഷോപ്പ് ചെയ്യുന്നപ്പോഴത്തേക്ക് സ്നൈപ്പ് എന്നിട്ട് വെച്ച് ബ്രോ നിങ്ങൾ വാറോ എല്ലാം കളിച്ചായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു അവന് വാറോ എല്ലാം കളിച്ചാൽ അപ്പൊ ഓന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് എന്തായെന്ന് ചോദിച്ചു. പറഞ്ഞു ഓർമ്മയില്ലെന്ന് പറഞ്ഞു. അപ്പൊ സ്നൈപ്പ് പറഞ്ഞ തോറ്റോണ്ടായിട്ടില്ലേ ഓർമ്മയില്ലാത്തെന്ന് ചോദിച്ചു. അതിന് കൂൾ ഡൗണിൽ കണച്ചു വന്ന്. അടിപൊളി. കൂൾ ഡൗണിൽ കൊണസെന്ന് പറഞ്ഞ എത്ര ദിവസം കൊടുത്തു സ്നൈപ്പിന്? അതിന് 7 ഡേ ഗ്യാങ് റെസ്ട്രിക്ഷൻ. അയ്യോ. സീനില്ല. എടാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാനിപ്പോ ഇരുന്ന് പറഞ്ഞ കാര്യത്തില് ഞാൻ KVയെ ഉദ്ദേശിച്ചല്ല ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം പറഞ്ഞത്. അത് അവർക്കൊരു ഡൗൺ ടൈം ഓൾറെഡി ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഗ്യാങ് ഒക്കെ റീബിൽഡ് ചെയ്ത് മര്യാദയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? അതിനി അങ്ങനെ കൺവേർട്ട് ചെയ്യണ്ട. ഓക്കെ, അതിനി അങ്ങനെ കൺവേർട്ട് ചെയ്യണ്ട. വല്ലാത്ത പ്രശ്നമാണ് നിനക്കൊക്കെ കേട്ടാ. അവൻ പോലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. നീയൊക്കെയാണ് വിഷങ്ങൾ.